ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. കേരള ഗണിക വൈശ്യ സംഘം കൊണ്ടാഴി ശാഖയുടെ വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കേരള വണിക വൈശ്യ സംഘം കൊണ്ടാഴി ശാഖയുടെ വാർഷിക പൊതുയോഗം പാറമേൽപ്പടി വായനശാലയിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. ശാഖാ വാർഷിക പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സംഘടനാ പ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയാർ നിർവഹിച്ചു. അന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഡോക്ടറേറ്റ് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ നമ്മുടെ ആ സമയത്ത് ഇരിഞ്ഞാലക്കുട എന്നൊരു ബെൽറ്റിൽ മാത്രമേ കുറച്ച് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി തൃശ്ശൂർ ജില്ല വളരെ പുറകിലായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ 35 വർഷത്തിന് ശേഷം ഇപ്പോൾ എല്ലാവരും പഠിച്ച് പല ജോലികളിലും കുറേ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയി. അതെല്ലാം വളരെ സന്തോഷമുണ്ട്. അതായത് ഇക്കാലത്ത് നമ്മുടെ കേരളത്തില് ആർക്കും എന്താ പറയുക, ഒരു ബിസിനസ് നടത്തിയിട്ട് വലിയ ആൾക്കാരാണെന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ സമുദായത്തിൽ സമാനമായ സമുദായങ്ങളുണ്ട്. വണ്ടിയ പാണിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമുദായങ്ങളുണ്ട്. അവിടെ എല്ലാവരും ഒരു ബിസിനസ് നടത്തിയിട്ട് നല്ല സാമ്പത്തികമായിട്ടും സമീപമായിട്ടും വളരെ മുന്നോക്ക നിലയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തില് ബിസിനസ് നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു അന്തരീക്ഷമല്ല. കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പഠിക്കുക, പഠിച്ച് നല്ല ഉദ്യോഗങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ നല്ല ജോലി സമ്പാദിക്കുക, വിദേശത്ത് പോവുക. അതൊക്കെ അതിനകത്ത് മാത്രമേ നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് രക്ഷയുള്ളൂ. ഞാൻ 10ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് എത്തിയപ്പോ എൻ്റെ അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പൊ ഇല്ല, ഡെപ്യൂട്ടി റേഞ്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ്. ചടങ്ങിൽ ശാഖാ അംഗം ഡോക്ടർ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള വണിക വൈശ്യ സംഘം ജില്ലാ പ്രസിഡന്റ് സേതുമാധവൻ MK മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന് മാറ്റുകൂട്ടി. യോഗത്തിൽ സെക്രട്ടറി മഞ്ജു ആനന്ദ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ പുഷ്പലക്ഷ്മി വാർഷിക കണക്കുകളും അവതരിപ്പിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണവും സമൂഹത്തിലെ മുതിർന്ന പൌരന്മാരെ ആദരിക്കൽ ചടങ്ങും പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും വിവിധ അനുമോദന പ്രസംഗങ്ങളും യോഗത്തെ വർണ്ണാഭമാക്കി. ചടങ്ങിൽ ശാഖാ അംഗങ്ങളായ M വിനോദ് കുമാർ, PL രാജൻ, കൃഷ്ണകുമാർ രാമസ്വാമി എന്നിവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ് കൊണ്ടാഴി.